കോട്ടയത്ത് നിന്ന് നമ്മൾ കാറും പിടിച്ച് കോഴിക്കോട് പോയത് കോഴിക്കോടും വയനാടും ഒക്കെ കാണാൻ വേണ്ട കേട്ടോ. വയനാട്ടിൽ വീടുള്ളതുകൊണ്ട് നമുക്ക് 2-3 ദിവസം അവിടെ നിൽക്കണം എന്നൊക്കെ കരുതി പോയതാണ്. പക്ഷേ ചൂടും വെയിലും കാരണം എങ്ങും പോകാൻ പറ്റിയില്ല. കോഴിക്കോടാണേലും ബീച്ചിലും പാർക്കിലും അല്ലാതെ വേറെ എങ്ങും നമ്മൾ പോയില്ല. അപ്പോൾ ഇന്ന് എന്നാൽ വയനാട്ടിൽ പോയേക്കാന്ന് പറഞ്ഞിട്ട് രാവിലെ 8 മണിയായപ്പോൾ ഇറങ്ങിയത് കേട്ടോ. ഒരു 11:30 ആകുമ്പോൾ ചെല്ലും. പക്ഷേ ഒരു 3-3:30 ആകുമ്പോൾ നമ്മൾ തിരിച്ചു പോരും കേട്ടോ. നമ്മുടെ വീട്ടിൽ കുറച്ച് നേരം ഇരുന്നിട്ട് പോരാം എന്നുകൊണ്ടാണ് രാവിലെ പോകുന്നത്. അങ്ങനെ നമ്മൾ പോകുന്നത് കുന്ദമംഗലം താമരശ്ശേരി ചുരം ഒക്കെ കയറി. അല്ല, താമരശ്ശേരി ചുരം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല കാടും കുന്നുകളും മലകളും നമ്മുടെ ഹെയർ പിൻ വളവുകളും ഒക്കെ കയറി ഇറങ്ങി പോകുന്നതിന് പ്രത്യേക ഫീലും പ്രത്യേക വൈബും തന്നെ കേട്ടോ. നല്ല അടിപൊളി യാത്രയാണ് താമരശ്ശേരി ചുരം കയറി പോകാമെന്ന് പറയുന്നത് തന്നെ. ഞാൻ പണ്ടും ബസ്സിലൊക്കെ പോകുമ്പോൾ നമുക്കൊരു ഇഷ്ടമായിരുന്നു ഇങ്ങനെ ഹെയർ പിൻ വളവുള്ള വഴിയൊക്കെ കയറി പോകാൻ തന്നെ കേട്ടോ. നല്ല രസമുള്ള കാഴ്ചയാണ്. നമ്മുടെ കുന്നും മലയും നമ്മുടെ മരങ്ങളൊക്കെ കുന്നിൻ്റെ മുകളിലൊക്കെ നിൽക്കുന്ന കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണല്ലോ. നമ്മളങ്ങനെ വയനാട്ടിലേക്ക് എത്തി. വയനാട്ടിൽ നമ്മൾ ആദ്യം കാണുന്നത് ലക്കിടിയിലെ നമ്മുടെ ചങ്ങലമരം കേട്ടോ. നമ്മൾ ഈ വഴി വെട്ടിയ ആളുടെ ആ ഒരു ഓർമ്മയ്ക്കായിട്ട് എന്തോ വെച്ചിരിക്കുന്ന ആ ഒരു ചങ്ങലമരം, അതും കണ്ടിട്ട് നമ്മൾ നേരെ പുൽപ്പള്ളിക്ക് പോയി കേട്ടോ. പുൽപ്പള്ളിയാണ് നമ്മുടെ വീട്. പുൽപ്പള്ളിയിൽ എത്തിയിട്ട് നമ്മൾ ആദ്യം ഇവിടുത്തെ കുടുംബക്ഷേത്രമായ സീതാ ലവകുശ ക്ഷേത്രത്തിലൊന്ന് കയറിയിട്ട് പോകാം.